ചേട്ടന് നേരത്തെ പ്രണയം ഉണ്ടായിട്ടുണ്ടോ? ആദ്യ രാത്രിയിൽ കുറേയേറെ സംസാരങ്ങൾക്കൊടുവിൽ കീർത്തന മാധവനോട് ചോദിച്ചു. അവന്റെ മുഖത്തേക്ക് സാഹൂത നോക്കിയിരിക്കുകയായിരുന്നു അവൾ. പറയാൻ മടിയാണേൽ വേണ്ടാട്ടോ, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അവന്റെ മുഖഭാവം മാറിയത് കണ്ടപ്പോൾ ചോദിച്ചത് അബദ്ധമായോ എന്നവൾക്ക് തോന്നി. പ്രണയം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കളവാകും. ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഞാൻ ജീവനം പോലെ അവളെ സ്നേഹിച്ചിരുന്നു. എല്ലാം നിന്നോടെന്തെങ്കിലും പറയണമെന്നും വിചാരിച്ചിരുന്നതാ. ഇത്തിരി നേരത്തെ തന്നെ എല്ലാം നീ അറിയട്ടെ. മനസ്സ് തുറന്ന് എല്ലാം ഞാൻ പറയാം. ആദ്യമായിട്ട് അവളെ ഞാനല്ല, അവൾ എന്നെയാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് അവൾക്ക് എന്നോട് സഹതാപമായിരിക്കുമെന്നാണ് ആദ്യമൊക്കെ. നിനക്കറിയാലോ, എൻ്റെ ഫാമിലിയൊക്കെ അങ്ങനെയായിരുന്നെന്ന്. അച്ഛൻ ആക്സിഡന്റ് പറ്റി ആ സമയത്ത് ജീവച്ഛവം പോലെ കിടക്കുകയായിരുന്നു. അമ്മയുടെ വരുമാനം മാത്രം. വരുമാനമെന്ന് പറയാനൊന്നുമില്ല, കഷ്ടപ്പാട് തന്നെയായിരുന്നു. അച്ഛൻ്റെ സഹോദരങ്ങളുടെ സഹായങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് ജീവിച്ചു പോയിരുന്നെന്ന് പറയാം. +2 കാലഘട്ടത്തിൽ ഞാൻ പതുക്കെ ഡിപ്രഷനിലേക്ക് പോയി തുടങ്ങിയിരുന്നു. ഒന്നിനും താല്പര്യമില്ലാത്ത അവസ്ഥ. ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അന്നൊക്കെ. എല്ലാവരും എന്നെക്കാളും മുൻപന്തിയിലാണെന്ന് ഉള്ള ഒരു തോന്നൽ എന്നെ എല്ലാത്തിൽ നിന്നും പിറകോട്ട് വലിച്ചുകൊണ്ടേയിരുന്നു. ചുരുക്കത്തിൽ ഞാൻ ഒന്നിനും കൊള്ളില്ലെന്ന് ഞാൻ തന്നെ വിലയിട്ട സമയം. അതിൻ്റെ മൂർധന്യത്തിലാണ് കോളേജിലെത്തുന്നത്. മാധവന്റെ വിരലുകളിൽ കീർത്തന വിരലുകൾ കോർത്തു പിടിച്ചുകൊണ്ട് അവൻ്റെ ചുമലിലേക്ക് ചാഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ അന്നവൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ അവൾക്ക് വായിച്ചെടുക്കാമായിരുന്നു. കോളേജിലെ ആദ്യ ദിനങ്ങളിലെ റാഗിംഗ് സമയം മാധവ് ഓർത്തെടുക്കുകയായിരുന്നു. സീനിയേഴ്സ് ഓരോരുത്തരെ വിളിച്ച് ഓരോ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ പറയുമ്പോൾ ഞാൻ പുറകിലത്തെ ബെഞ്ചിൽ വിറങ്ങലിച്ചിരിക്കുകയായിരുന്നു. ഒടുവിൽ എൻ്റെ അവസരത്തിൽ നിനക്ക് പാട്ട് പാടാൻ അറിയാമോ എന്ന് ചുരുണ്ട മുടിക്കാരനായ കറുത്ത നീളം കൂടിയ ഒരുത്തൻ്റെ ചോദ്യം. നന്നായി പാടുന്ന ഞാൻ അറിയില്ല എന്ന് പറഞ്ഞതും എന്നാ നീ അറിയുന്ന പോലെ പാടിയാ മതിയെന്ന് അവൻ വിറയാർന്ന ശബ്ദത്തിൽ അഴകേ നിൻമിഴി നീർമണിയിൽ കുളിരിൽ തൂകരുതേ എന്ന പാട്ട് അവൻ ഒരു വിധത്തിൽ പല്ലവി പാടി അവസാനിപ്പിച്ചു. കൂക്കുവിളികൾക്കിടയിലൂടെ മുന്നോട്ട് നടന്നപ്പോഴാണ് പെൺകുട്ടികളുടെ ഇടയിൽ എന്നെ നോക്കി കൈയടിക്കുന്ന അവളെ ഞാൻ ശ്രദ്ധിച്ചത്. പുറകിലത്തെ ബെഞ്ചിൽ കുനിഞ്ഞിരുന്ന എന്നെ അവളെപ്പോഴും ഏറെ കണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ കോളേജിലെത്തിയപ്പോൾ ക്ലാസ്സിൽ അവളും 1-2 പെൺകുട്ടികളും മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ അവരെ കണ്ടതായി ഭാവിക്കാതെ ബാക്ക് ബെഞ്ചിൽ പോയിരുന്നു. പുറത്തേക്ക് നോക്കിയിരുന്ന എൻ്റെ അഭിമുഖമായി അവൾ വന്നിരുന്നു. ഹലോ മാധവ്, ഗുഡ് മോർണിംഗ്. അവളുടെ നേർക്ക് ഞാനൊന്ന് നോക്കി. അവളുടെ സുന്ദരമായ മുഖത്തേക്ക് നോക്കിയിട്ട് തിരിച്ച് വിഷ് ചെയ്യാതിരിക്കാൻ എനിക്കാവുമായിരുന്നില്ല. പാട്ട് നന്നായിരുന്നു കേട്ടോ. ഞാൻ ഒന്ന് മൂളുക മാത്രം ചെയ്തു. അതവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. തിരിച്ചൊരു താങ്ക്സ് പറഞ്ഞൂടെ? എന്തിനാ ഇത്ര ജാട? അവൾ എന്നെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ജാടയില്ല. താനൊന്ന് മാറിയിരിക്കോ പ്ലീസ്, ഞാൻ അവളോട് അഭ്യർത്ഥിച്ചു. ഇവിടെ ഇരിക്കാൻ പാടില്ലെന്ന് നിയമമൊന്നുമില്ലല്ലോ. ഓവോ. വീണ്ടും അവളുടെ പ്രകോപനം. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. നിനക്കെന്താടി, അവന് താല്പര്യമില്ലെങ്കിൽ സംസാരിക്കേണ്ട. ലീവ് ഹിം അലോൺ. കൂട്ടുകാരി അവളോട് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ കരുതി കൂട്ടി തന്നെയായിരുന്നു. ഉച്ച കഴിഞ്ഞ് വേറൊരു ഡിപ്പാർട്ട്മെന്റിലെ പയ്യൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ ഒരു റോസാപ്പൂവും ഒക്കെയായി വന്നു. അവളുടെ മുൻപിൽ കുനിഞ്ഞിരുന്ന് സിനിമ സ്റ്റൈൽ പ്രപ്പോസൽ. ഞാൻ ഏറെ കണ്ടിട്ട് അത് കാണുന്നുണ്ടെന്നും അവൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നാടകീയമായി പൂ അവൾ വാങ്ങുകയും ചെയ്തു. ഐ ലവ് യു എന്ന് അവൻ പറഞ്ഞപ്പോൾ എവിടെയോ എന്തോ ഒരു നീറ്റൽ എനിക്കും തോന്നിയിരുന്നു. ഓഹോ, അപ്പോൾ ഏട്ടനാ ചേച്ചി ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല അല്ലേ? അപ്പോൾ ജാടയിട്ടത് തന്നെയാണ്. കീർത്തനയുടെ ചോദ്യത്തിന് അവൻ അവളെ നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ചിരിക്കണ്ട, എനിക്ക് ചെറിയ അസൂയ വരുന്നുണ്ട്. സത്യം പറഞ്ഞു. സ്ത്രീകളുടെ കൂടപ്പിറപ്പായ ആകാംക്ഷ അവളുടെ കണ്ണുകളിൽ അവന് കാണാമായിരുന്നു. അവൾ ആൻമരിയ.
അവളെ കണ്ടാൽ ആരും പ്രേമിച്ചു പോകും മോളെ. പക്ഷേ എനിക്ക് പ്രേമം തോന്നിയിരുന്നില്ല. അപ്പോൾ കാരണം എൻ്റെ അപകർഷതാബോധം തന്നെ. അവൾ അതിസുന്ദരിയായിരുന്നു. എന്നെ പ്രേമിക്കാൻ ഒരു സാധ്യതയും ഞാനന്ന് കണ്ടിരുന്നില്ല. അവൾ സാമ്പത്തിക ഭദ്രത ഉള്ള കുടുംബത്തിൽ നിന്നും വന്നവൾ. അവളുടെ പുറകെ നടക്കാൻ ഒരുപാട് ആമ്പിള്ളേർ. ഞാൻ അവൾക്കൊരു ചോയ്സ് അല്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആ ഒരു സംഭവത്തിന് മുൻപ് വരെ മാത്രം ഫിസിക്സ് പ്രാക്ടിക്കൽ ലാബിൽ വെച്ചാണ് അത് സംഭവിച്ചത്. അവളെന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നു. ഞാൻ സ്വാഭാവികമായും ഒന്ന് മൂളുക മാത്രം ചെയ്തു. എന്താ നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടെന്താ വെറുതെ മൂളുന്നത് പോലെ മൂളുന്നത്? അവളുടെ ദേഷ്യം ഞാൻ കണ്ടില്ലെന്ന് വരുത്തി ലാബ് വർക്കിൽ മുഴുകി. അവൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോയി. ഞാൻ അവളെ ഒന്ന് നോക്കിയത് കൂടിയില്ല. കൂടെ ഉണ്ടായിരുന്ന സജന എന്നോട് ചില കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞു. നീ വിചാരിക്കുന്ന പോലെയല്ല മാധവ്, അവൾ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്താ നിന്നിൽ അവൾ കണ്ടത് എന്നെനിക്കറിയില്ല. നിന്റെ ക്യാരക്ടറാകാം, ചിലപ്പോൾ നിന്റെ പാട്ട് പാടാനുള്ള കഴിവാകാം. അവളുടെ പുറകെ നടക്കുന്ന ആൺപിള്ളേരെ മാത്രമേ അവൾ കണ്ടിട്ടുള്ളൂ. ഇവിടെ വന്നപ്പോഴല്ലേ നിന്നെപ്പോലൊരു മണഗുണാഞ്ചൻ. ഞാനും പറഞ്ഞതാ നിന്നെ വിട്ടേക്കാൻ. അവൾ കേൾക്കണ്ട. ഞാൻ സജനയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്ത് സത്യം പറയുന്ന ഭാവം തന്നെയായിരുന്നു. അപ്പോഴേക്കും തിരിച്ചെത്തിയിരുന്നു. നീ എവിടെ പോയതാ എന്നുള്ള സജനയുടെ ചോദ്യത്തിന് എനിക്കൊന്ന് ബാത്റൂമിൽ പോകാനും പറ്റില്ലേ എന്നുള്ള ദേഷ്യപ്പെട്ടുള്ള മറുചോദ്യമായിരുന്നു മറുപടി. അറിയാതെ ഞാനപ്പോൾ ചിരിച്ചുപോയി. നീ ചിരിച്ചോ? ഞാൻ എൻ്റെ വില കളഞ്ഞ് നിന്റെ പുറകെ നടക്കുന്നതിന് നീ എന്നെ കളിയാക്കി ചിരിക്കണം. എനിക്കത് കിട്ടണം. നിനക്ക് ഇത്രയും സ്നേഹം എന്നോടുണ്ടോ? അവൾ എന്നെ രൂക്ഷമായി നോക്കുക മാത്രം ചെയ്തു. ശരി, എന്താ ഇത്ര സ്നേഹം തോന്നാൻ കാരണം? ഈ കോളേജ് ലൈഫിൽ അടിച്ചു പൊളിക്കാൻ എത്രയോ ചുള്ളന്മാരുണ്ടടി. നീ എന്തിനാ എന്നെ പോലെ പ്രാരാബ്ദം പിടിച്ചവനെ നോക്കുന്നേ? പ്രാരാബ്ദം? വാട്ട് ഈസ് ദാറ്റ്? അവളുടെ ചോദ്യം സജനയുടെ നേർക്കായിരുന്നു. എന്ന് വെച്ചാൽ കഷ്ടപ്പാട്. സജന ചിരിയോടെ മറുപടി പറഞ്ഞു. നീ ദുബായിലൊക്കെ പഠിച്ചതുകൊണ്ട് ഞങ്ങൾ മലയാളം മീഡിയക്കാരുടെ ഭാഷ മനസ്സിലാവൂല. സജനയുടെ മറുപടി എന്നെ വീണ്ടും ചിരിപ്പിച്ചു. ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുത്ത് നിൽക്കുകയായിരുന്നു ആനപ്പോൾ. അവളുടെ ദേഷ്യം മാറ്റാൻ വേണ്ടി ഞാൻ വെറുതെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന സോൾഡറിങ് അയൺ ചൂണ്ടിക്കാട്ടി പറഞ്ഞു. അത്ര ഇഷ്ടമാണേൽ അതിലൊന്ന് പിടിക്കുവാണേൽ ഇഷ്ടമാണെന്ന് ഞാനും പറയും. അവളുടെ മുഖത്തേക്ക് ഞാൻ നോക്കി. അവൾ വേദന കൊണ്ട് പിടയുമ്പോൾ ഞാൻ ഒരിക്കലും പഴുത്തിരിക്കുന്ന സോൾഡറിങ് അയണിൽ പിടിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല. അവളുടെ അലർച്ച എല്ലാവരെയും അങ്ങോട്ട് ആകർഷിച്ചു. സജന കൈ പിടിച്ച് വെള്ളത്തിൽ കഴുകുകയായിരുന്നു. അപ്പോൾ അവളുടെ കണ്ണുകൾ തുളുമ്പാൻ പാകത്തിൽ കണ്ണുനീർ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ നൊമ്പരത്തോടെ നോക്കി നിന്നു. അവൾ പതുക്കെ എൻ്റെ ആശയും പ്രതീക്ഷയും പ്രാണനുമൊക്കെയായി മാറുകയായിരുന്നു. പിന്നെ അങ്ങോട്ട് എൻ്റെ കുറവുകൾ എന്ന് ഞാൻ വിചാരിച്ചതൊക്കെയും അവൾ കഴിവുകളായി കരുതി എൻ്റെ എല്ലാമായി മാറുകയായിരുന്നു. എൻ്റെ വിഷാദങ്ങൾ പതുക്കെ എന്നെ വിട്ടു പോയി തുടങ്ങിയിരുന്നു. ശരിക്കും അവളാണ് എൻ്റെ ജീവിതം ഇപ്പോൾ ഇങ്ങനെ നല്ല രീതിയിലാകാൻ കാരണം. അവളില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിഷാദത്തിൻ്റെ നിരിപ്പോടിൽ ഞാൻ എരിഞ്ഞമർന്നേനെ. അവൻ്റെ തോളിൽ നനവ് പടർന്നപ്പോഴാണ് അവൻ കീർത്തനയെ നോക്കിയത്. അവളുടെ കണ്ണുകൾ സജലങ്ങൾ ആയി കഴിഞ്ഞിരുന്നു. ഇത്രയും സ്നേഹിച്ചിരുന്നിട്ട് നിങ്ങൾ എന്തിനാ പിരിഞ്ഞത് ഏട്ടാ? എന്താ കാരണം പിരിയാൻ? അവളുടെ ചോദ്യത്തിന് വീണ്ടും അവൻ ഓർമ്മകളിലേക്ക് തിരികെ പോയി. അന്ന് ആനുവൽ ഡേ ആയിരുന്നു. അന്നാണ് അവൾ അതുവരെ എനിക്ക് പരിചയമില്ലാത്ത സ്വരത്തിൽ എന്നോട് സംസാരിച്ചത്. നമ്മൾ ഒരുമിക്കാൻ പറ്റില്ലെന്നും നീ എന്നെ മറക്കണമെന്നും. എന്താ നീ പറഞ്ഞത് അന്നക്കുട്ടി? ഞാനവളെ അങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത്. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലെന്ന് നിനക്കറിയാം. എന്നിട്ടിപ്പോൾ നീ എന്നെ വീണ്ടും പഴയ അവസ്ഥയിൽ എത്തിക്കാനാണോ ശ്രമിക്കുന്നത്? അവളുടെ മൗനം എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ അവളുടെ ചുമലിൽ പിടിച്ച് വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ഇനി നീ എന്നെ കാണില്ല മാധവ്. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ സാധ്യതയില്ലെന്ന് നീ മനസ്സിലാക്കൂ. നിന്നോട് എനിക്കിഷ്ടമുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഒഴിവാക്കുന്നതും. അത്രയും നീ മനസ്സിലാക്കിയാൽ മതി. ഇന്നത്തെ നിന്റെ പാട്ട് എനിക്ക് മുൻനിരയിലിരുന്ന് കേൾക്കണം. എനിക്ക് വേണ്ടി നീ പാടണം. ഇന്ന് ഇല്ല, ഞാൻ പെർഫോം ചെയ്യില്ല, എനിക്ക് പറ്റില്ല. അവൾ പെട്ടെന്ന് എന്നെ കെട്ടിപ്പിടിച്ചു ചുണ്ടുകൾ കവർന്നെടുത്തു.
അവൾ എന്നെ അവളുടെ ചുണ്ടുകളിൽ നിന്നും മോചിപ്പിക്കുമ്പോൾ അവളുടെ കണ്ണുനീരിനാൽ എൻ്റെ കവിളുകൾ നനഞ്ഞിരുന്നു. ഞാൻ സ്റ്റേജിൽ നിന്ന് അവളെ നോക്കി പാടി, പൊയ് ചൊല്ലക്കൂടാതെ കാതലി, പൊയ് சொன்னாலும் നീയേ എൻ കാതലി. പാടി തീർന്നപ്പോൾ ഞാൻ കാതടപ്പിക്കുന്ന കരഘോഷങ്ങൾക്കിടയിലും അവളെ മാത്രം നോക്കുകയായിരുന്നു. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് കൈയടിക്കുകയായിരുന്നു അവൾ. മറ്റുള്ളവരുടെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനിടെ അവൾ അവിടം വിട്ടു പോയിരുന്നു. എന്നോട് യാത്ര പോലും പറയാതെ. അവളെ ബന്ധപ്പെടാൻ പല വഴിക്കും ഞാൻ ശ്രമിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം സജന എന്നെ വിളിച്ചു. നീ അത്യാവശ്യമായിട്ട് കോളേജിലൊന്ന് വരണം. എന്താടി കാര്യം? അവളുടെ വാക്കുകളിലെ ഭയം എനിക്ക് തിരിച്ചറിയാമായിരുന്നു. കോളേജിലെത്തിയപ്പോൾ സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒക്കെ ഉണ്ട്. ഞാൻ സജനയെ കണ്ടു, കാര്യങ്ങൾ അന്വേഷിച്ചു. ഡാ, അവൾ നമ്മളെ വിട്ടു പോയടാ. അവൾ പൊട്ടിക്കരയുകയായിരുന്നു. ആരുടെ കാര്യം നീ പറയുന്നേ? ഞാൻ വിറയലോടെ ചോദിച്ചു. ആൻ മരിച്ചു പോയടാ. അവളുടെ സ്വരം എൻ്റെ കാതിന് കൂടത്തിനടിക്കുന്ന പോലെയായിരുന്നു. ഞാൻ ശരീരം തളർന്ന് വേച്ചു പോയിരുന്നു. അപ്പോൾ അവൾക്ക് ലുക്കീമിയായിരുന്നു. ഫൈനൽ സ്റ്റേജിലാണ് ഡിറ്റക്റ്റ് ചെയ്തത്. എല്ലാവരിൽ നിന്നും ഒഴിവായി അവൾ നടക്കുകയായിരുന്നു. പൊട്ടിക്കരയുന്ന മാധവിനെ നെഞ്ചോട് ചേർത്ത് കീർത്തനയും കരയുകയായിരുന്നു. അവൻ്റെ നെറ്റിയിലും കവിളിലും അവൾ ചുംബിച്ചു. ഏട്ടാ, ആ ചേച്ചിയോളം വരില്ല എങ്കിലും ഏട്ടനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. അവരെ പോലെ ഞാൻ സ്നേഹിച്ചോളാം. വിഷമിക്കല്ലേ. ഇപ്പോൾ ഞാൻ ഏട്ടനെ മുമ്പത്തേക്കാൾ 100 മടങ്ങധികം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയുടെ അന്ത്യയാമത്തിൽ ദൂരെയൊരു നക്ഷത്രം അവരെ നോക്കി കണ്ണു ചിമ്മുന്നുണ്ടായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.